നമസ്കാരം. കടലക്കറിക്ക് രുചി കൂട്ടാനുള്ള 3 ടിപ്സാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചു വെച്ചിരിക്കുകയാണ്. ഈ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ സവാളയ്ക്കകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം. സവാള ഒന്ന് വഴന്നു വരുമ്പോഴാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചിരിക്കുന്നത് ചേർക്കേണ്ടത്. ഇനിയാണ് ഒന്നാമത്തെ ടിപ്പ്. ഇനി നമുക്ക് 1 സ്പൂൺ ഗോതമ്പ് പൊടി ഇതിനകത്തേക്ക് ചേർക്കാം. അതായത് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് 1 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് വഴറ്റുന്നു. ഇനി രണ്ടാമത്തെ ടിപ്പ് കറി പൗഡറിലാണ് ഇരിക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ 2 തരം മസാലകൾ ഒരുമിച്ച് ചേർത്താണ് ഉപയോഗിക്കുന്നത്. 1 സ്പൂൺ ഇറച്ചി മസാലയും 1 സ്പൂൺ കടല മസാലയും. ഞാൻ രണ്ടും ശാന്തിഗിരിതാണ് എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റാണ് ഈ ഒരു കോമ്പിനേഷൻ. ഒരു കടല മസാല 1 സ്പൂണും ഇറച്ചി മസാല 1 സ്പൂണും ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ, മല്ലിപ്പൊടിയുടെയും മുളക് പൊടി ലേശമേ ഉള്ളൂ. മല്ലിപ്പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി ലേശമേ ഉള്ളൂ. മസാലപ്പൊടിയുടെ എരിവുണ്ടാകും. മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്തിട്ട് നമ്മൾ ഈ സവാളയിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. അപ്പോൾ വഴന്ന് നല്ല മണം വരും. ആ മണം വരണത് വരെ നമ്മൾ വഴറ്റണം. കടല വേവിച്ച് വെച്ചതിൽ നിന്ന് ഇതുപോലെ 2 സ്പൂണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഈ കടല ഞാൻ ഈ മസാല മൂപ്പിച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഞാൻ ആ മാറ്റി വെച്ചിരിക്കുന്ന കടല മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലവണ്ണം പൊടിച്ച് വച്ചിരിക്കുകയാണ്. ഇത് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കും. ഇതാണ് മൂന്നാമത്തേതും ഏറ്റവും വലുതുമായ ടിപ്പ്. കടല വേവിച്ചതിനകത്ത് നിന്ന് കുറച്ച് കടല എടുത്ത് നമ്മൾ മിക്സിയിൽ അടിച്ച് ഈ കറിയിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അതായത് ഗോതമ്പ് പൊടി വറുത്ത് ചേർക്കുന്നത്, അതുപോലെ തന്നെ ഈ കടല ചതച്ച് ചേർക്കുന്നത്, ഒപ്പം 2 തരം കറിപ്പൗഡറുകൾ മിക്സ് ചെയ്ത് ചേർക്കുന്നത്, രുചികരമായ കടലക്കറി റെഡിയായി കഴിഞ്ഞു. അതുപോലെ നമ്മൾ എണ്ണ തെളിയുന്നവരെ തിളപ്പിച്ചിട്ട് വേണം ഇത് വാങ്ങാനായിട്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാമെന്ന്